അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിശാച്ചിൻ്റെ ശല്യം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നു തൻ്റെ സങ്കടം പറഞ്ഞു. ഗുരുവര്യരെ, എനിക്ക് വലിയ മറവിയാണ്. ഞാൻ എൻ്റെ പണം സൂക്ഷിച്ചു വെച്ച സ്ഥലം മറന്നുപോയി. മറവി മാറിക്കിട്ടാനും എൻ്റെ പണം തിരികെ കിട്ടാനും ഞാൻ ഇനി എന്ത് ചെയ്യണം? അങ്ങ് എന്നെ സഹായിക്കണം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് പറഞ്ഞു കൊടുത്തു. മറവി പിശാച്ചിൽ നിന്നാണ്. നീ സുന്നത്ത് നിസ്കാരത്തിൽ പ്രവേശിക്കുക. ഗുരുവര്യൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം സുന്നത്ത് നിസ്കാരം ആരംഭിച്ചു. നിസ്കാരം തുടരവേ പണം സൂക്ഷിച്ചു വെച്ച സ്ഥലം ഓർമ്മയിൽ തെളിഞ്ഞു. നിസ്കാരം നിർത്തി തൻ്റെ സന്തോഷം ഗുരുവര്യരെ അറിയിച്ചു. തദവസരം പുഞ്ചിരിച്ചുകൊണ്ട് ഗുരുവര്യർ പറഞ്ഞു, താങ്കൾ നിസ്കാരം തുടങ്ങിയപ്പോൾ പിശാച്ചിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവൻ മറവി പിൻവലിച്ചതാണ്. താങ്കൾക്ക് അള്ളാഹുവിൻ്റെ അരികിൽ പദവി ലഭിക്കുന്നത് പിശാച്ചിന് വെറുപ്പാണ്. താങ്കളുടെ പണം തിരിച്ചു കിട്ടിയാലും വേണ്ടില്ല, നിസ്കാരം നിർത്തുമല്ലോ എന്നാണ് പിശാച്ച് ചിന്തിച്ചത്. പിശാച്ചിന് വെറുപ്പുള്ളത് നാം ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കും. അപ്പോൾ മറവി എന്ന രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഇതാണ് മറവിയുടെ ഒരു വശം. ആർക്കും മറവി സംഭവിക്കാം. എന്നാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഓർമ്മയിൽ വരണമെന്ന ചിന്തയോടെ തന്നെ നമ്മൾ നിസ്കരിക്കാൻ പാടില്ല. നമ്മൾ ഭയഭക്തിയോട് കൂടി നിസ്കരിക്കുക. ആ നിസ്കാരമാണ് നമുക്ക് നാളെ പരലോകത്തേക്ക് ഉപകാരമായി ഫലം കിട്ടുകയുള്ളൂ. അതല്ലാത്ത ഒരു സാധനം മറന്നാൽ നമ്മൾ ആനിയത്തോടു കൂടി നിസ്കരിക്കാൻ പാടുള്ളതല്ല. ഈ കഥയിലൂടെ മനസ്സിലാകേണ്ടത്, നമുക്ക് ഈ ദുന്യവിയായ കാര്യങ്ങൾ ഒരുപാട് ഓർമ്മയിൽ നമ്മളിങ്ങനെ തെളിഞ്ഞ് വരുന്നത് നമ്മളുടെ നിസ്കാരത്തിൻ്റെ ഫോൾട്ടാണ്. നമ്മൾ നിസ്കരിക്കുന്ന ഫോൾട്ടാണ്. കാരണം നമ്മളുടെ ചിന്ത എവിടെയോ ആണ്. അങ്ങനെയാണ് നമുക്ക് പരലോകത്ത് ചിന്തയില്ലാത്ത ദുന്യവിയായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലിങ്ങനെ ഉദിപ്പിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് മറന്ന ഒരുപാട് കാര്യങ്ങളും ഈ നിസ്കാരത്തിലൂടെ നമുക്ക് ഓർമ്മയിൽ വരുന്നത്. കാരണം അത്രത്തോളം നമ്മളുടെ നിസ്കാരം ശരിയാകുന്നില്ല എന്നർത്ഥം. അപ്പോൾ നമ്മൾ പരലോകത്തെ വിളവ് ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ കൈകെട്ടേണ്ടത്. ആ കൈകെട്ടുന്ന സമയത്ത് നമ്മൾ ദുന്യവ്യായ മുഴുവൻ കാര്യങ്ങളും മാറ്റിവെക്കുക, എല്ലാ ചിന്തകളും മാറ്റിവെക്കുക. നമ്മൾ അള്ളാഹുവിലേക്ക് ലയിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നുള്ളത്, കിബിലയ്ക്ക് മുന്നിട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത്, എൻ്റെ മുമ്പിൽ കിബിലയുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് നല്ല നിലയിൽ നമ്മൾ കൈകെട്ടുക. കൈകെട്ടുന്ന സമയത്ത് അല്ലാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്ന ആ ഒരു ചിന്തയിലൂടെ കൈകെട്ടി പിന്നെ നമ്മൾ ദുനിയാവിൻ്റെ കാര്യം മുഴുവനും മറന്നേക്കുക. പിന്നെ അള്ളാഹുവും നമ്മളും. അള്ളാഹുവിനോട് ഞാൻ സംസാരിക്കുന്നുണ്ട്, അള്ളാഹുവിനോടാണ് ഞാൻ ഒരു കഥ ചോദിക്കുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞാൻ ചോദിക്കുന്നു, നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു. ഇതൊക്കെ നമ്മളിങ്ങനെ ഫാത്തിഹ ഓതുമ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ അള്ളാഹുവായിട്ട് സംഭാഷണം ചെയ്യുന്നു എന്ന നിലയിലാണെങ്കിൽ, നല്ല റാഹത്തോടു കൂടിയുള്ള നിസ്കാരമാണെങ്കിൽ ആ നിസ്കാരം നമുക്ക് വേണ്ടി അർശിൻ്റെ മുകളിലേക്ക്, ഈ നിസ്കാരം നമ്മൾ നിസ്കരിച്ചതിന് ശേഷം അത് അർശിൻ്റെ മുകളിലേക്ക് പോയി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതെല്ലാം നമ്മൾ ദുന്യവ്യായ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് പല ഓർമ്മകൾ ഇബ്ലീസ് നമുക്ക് ഇങ്ങനെ ഇട്ട് തരുന്നതാണ്. പല മറന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് തരും ആ സമയത്ത്. അതെന്തുകൊണ്ട്? ദുന്യവ്യായ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടുള്ള നിസ്കാരത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള നിസ്കാരം നമ്മൾ നിസ്കരിച്ചതിന് ശേഷം ഈ നിസ്കാരം വർഷിൻ്റെ മുകളിൽ പോയി നമുക്ക് വേണ്ടി നമ്മളെ നാശത്തിന് വേണ്ടി എന്നെ എങ്ങനെയാണ് നിസ്കരിച്ചത്, ഏത് രീതിയിലാണ് എന്നെ നിസ്കരിച്ചത്, നമ്മളെ ആ നാശത്തിന് വേണ്ടി ആ നിസ്കാരം നമുക്ക് വേണ്ടി എതിരായിട്ട് നമ്മളെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മളെ നാശത്തിന് വേണ്ടി അത് പ്രാർത്ഥിക്കും. നമ്മൾ ശപിക്കും ആ നിസ്കാരം. കാരണം നിസ്കാരത്തെ നമ്മൾ കൃത്യമായി നല്ല നിലയിൽ നിസ്കരിച്ചാൽ ആ നിസ്കാരം നമ്മൾക്ക് ഉപകാരപ്പെടും. ഖിയാമത്ത് നാൾ വരെ നല്ല വെളിച്ചത്തിൽ അർശിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് എന്നും നമ്മളെ പാപമോചനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള നിസ്കാരമാവണം. വെറുതെ ഇങ്ങനെ കൈകെട്ടി ആർക്കോ വേണ്ടി നമ്മൾ നിസ്കരിച്ച് വന്നാൽ നമുക്കതൊരു ഫലവും ആ നിസ്കാരം കൊണ്ടില്ല. യഥാർത്ഥത്തിൽ ഒരാൾ ഒരു സുബഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഹദാഹായി നിസ്കരിക്കുന്നു, അത് നല്ല റാഹത്തോടു കൂടി നല്ല അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നുള്ള എന്ന ആ ഒരു ചിന്തയിലൂടെ നല്ല നിലയിൽ നിസ്കരിച്ച് സലാം വീട്ടിയതിന് ശേഷം അങ്ങനെയുള്ള നല്ലൊരു നിസ്കാരം അവന് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ അവനൊരു ഉമ്മ പെറ്റ ഒരു കുഞ്ഞിനെ പോലെ അവൻ്റെ എല്ലാ ദോഷങ്ങളും കഴുകിക്കളയുന്നതാണ്. ഒരു ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെയായി. ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണെങ്കിലും
അത് നല്ല നിലയിൽ നിസ്കരിക്കുകയാണെങ്കിൽ ഉമ്മ പെറ്റൊരു കുഞ്ഞിനെ പോലെ നല്ല ശുദ്ധ ഹൃദയത്തിൻ്റെ ഉടമയായി അവൻ ശുദ്ധ ഹൃദയത്തിൻ്റെ ഉടമയായി. കാരണം എന്തുകൊണ്ട്? അവൻ്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും ആ നിസ്കാരത്തിലൂടെ കഴുകിപ്പോയി. അങ്ങനെയുള്ള നിസ്കാരമാകണം നമ്മളെ നിസ്കാരം. പണ്ടൊക്കെ സഹാബക്കളുടെ നിസ്കാരം അങ്ങനെ ആയിരുന്നില്ലേ? ഇന്ന് നമ്മളൊക്കെ നിസ്കാരം ഒന്ന് നമ്മൾ ചിന്തിച്ച് നോക്ക്. നിസ്കാരത്തിൽ കൈ കെട്ടുന്നതിനേക്കാൾ മുമ്പ് തന്നെ പല ചിന്തകളും കെട്ടിക്കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ ചിന്തകൾ. പിന്നെ നിസ്കരിച്ച് സലാം വീട്ടിയതിന് ശേഷമാണ് ഞാൻ നിസ്കരിച്ചു എന്ന ഒരു ചിന്ത വരുന്നത്. നിസ്കാരത്തിലുള്ളത് പോലും അറിയാതെയാണ് നമ്മൾ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുന്നതും സൂറത്ത് ഓതുന്നതും. നമുക്ക് തന്നെ അറിയുന്നില്ല നമ്മൾ ഏത് സൂറത്താണ് ഓതിയത് എന്ന് പോലും നമുക്കറിഞ്ഞുകൂടാ. എത്ര റക്കാത്തായെന്ന് പോലും അറിയാത്ത ചിലരുണ്ട്. 5 റക്കാത്ത് നിസ്കരിക്കുന്നവരുണ്ട്, 3 റക്കാത്തിൽ സലാം വീട്ടുന്നവരുണ്ട്. അവർക്ക് തന്നെ അറിയില്ല ഞാൻ ഇന്ന് എത്ര റക്കാത്ത് നിസ്കരിച്ച്. പിന്നെ അതായി നിസ്കരിക്കുന്നെങ്കിൽ അറിയില്ല. ഇനി ഇമാമോട് കൂടി നിസ്കരിക്കുകയാണെങ്കിൽ അവന് ഇമാമ് 5 റക്കാത്തായിപ്പോയി, എന്നാലും അവന് 5 റക്കാത്ത് നിസ്കരിക്കും. ഇമാമിനെ ഓർമ്മിക്കാൻ പോലും ഇവന് കഴിയില്ല, ബാക്കിയുള്ള മഹ്മൂമിങ്ങൾക്ക് കഴിയില്ല. കാരണം എല്ലാവർക്കും പിന്നെ പല ചിന്തയിൽ എല്ലാവർക്കും മറവിയാണ്. ഇമാമിനെ മറന്നാൽ ഓർമ്മിക്കാൻ പോലും മഹ്മൂമിങ്ങൾക്ക് പോലും കഴിയാത്തൊരവസ്ഥയാണ് ഇന്നത്തെ നിസ്കാരം. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ നിസ്കാരം നമ്മൾ നല്ല പോലെ നിസ്കരിക്കാൻ ശ്രമിക്കണം. ഇമാമിന് തെറ്റിയാൽ നമുക്ക് ഒന്നെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ ഉച്ചത്തിൽ ചൊല്ലി ഇമാമിനെ ഉണർത്താൻ പോലും നമുക്ക് കഴിയണം. അപ്പോൾ നമ്മൾ നിസ്കാരം മഹ്മൂമിങ്ങൾ അത് നല്ല നിലയിൽ നിസ്കരിക്കണം. ഒരു പക്ഷേ ഇമാമിന് തെറ്റിയാൽ എല്ലാവരുടെയും നിസ്കാരം ഇവിടെ തെറ്റി. അങ്ങനെയാണ് സംഭവിക്കാറ്. പല പള്ളിയിലും ഞാൻ കണ്ടതാണ്. ഇമാമിന് തെറ്റി മഹ്മൂമിങ്ങൾക്ക് ഓർമ്മയില്ല. സലാം വീട്ടിന് ശേഷം ഒരു പക്ഷേ ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറയും 5 റക്കാത്തായിട്ടുണ്ടെന്ന്. ഇതാണ് ഇന്നത്തെ എല്ലാവരുടെയും നിസ്കാരം. അല്ലാഹു തആല നമുക്ക് നല്ലതുപോലെ ഭയഭക്തിയോടുകൂടി നിസ്കരിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.